ഞാൻ ഇന്നലെ വാർത്താ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, കേരളത്തിൽ 1977 ആവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ 111 സീറ്റുകളുടെ ഭൂരിപക്ഷം, 100-നും 111 വരെ എത്താം. ആ ഭൂരിപക്ഷത്തിൽ UDF 10 വർഷത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും LDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് അവർ ലീഡ് ചെയ്യുന്നത്. അവസാനത്തെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഈ മണ്ഡലവും കൂടി മറിയും. അതുകൊണ്ട് UDFൻ്റെ പ്രതീക്ഷയായ 111ലേക്ക് എത്തും. UDFൻ്റെ തേരോട്ടം ഈ 11 മണിക്കൂറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പറയുന്നു. പിന്നെ അത് 111 വരെ എത്താം. കാസർഗോഡ് ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മഞ്ചേശ്വരത്ത് ഏതാണ്ട് 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ AK അഷ്റഫിന് കിട്ടും. അതിന് സമാനമായ ഭൂരിപക്ഷം നമ്മുടെ കാസർഗോഡ് കല്ലട്ര മായിഹാജിക്ക് കിട്ടും. ഉദുമയിൽ അതുപോലെ തന്നെ ശ്രീ നീലകണ്ഠനും നല്ല ഭൂരിപക്ഷം കിട്ടും. ഞങ്ങൾക്ക് ആകെ സംശയമുള്ളൊരു സീറ്റ് കാഞ്ഞങ്ങാട് മാത്രമാണ്. തൃക്കരിപ്പൂരിൽ ഇപ്പോൾ കയ്യൂർ ചീമേനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ടാണ് എണ്ണിയിരിക്കുന്നത്. ആ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യറും ജയിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 4 MLA-മാർ ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അത് 4-ഉം UDF MLA-മാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ സർവേ ഫലത്തിൽ നിന്ന് വിപരീതമായി ഒരുപാട് അണ്ടർ കറൻസ് കേരളത്തിലുണ്ട്. ഞാൻ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 8,000-ഓളം വോട്ടായി കുറച്ചു കൊണ്ടുവരാൻ എനിക്ക് തലശ്ശേരിയിൽ സാധിച്ചു. അന്ന് തലശ്ശേരിയിലെ ഒരു പഞ്ചായത്തായിരുന്നു ധർമ്മടം. ആ ധർമ്മടം പഞ്ചായത്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറ്റാർക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ ഡീലിമിറ്റേഷനിലൂടെ ധർമ്മടം എന്ന് പറയുന്നൊരു മണ്ഡലം ഉണ്ടാക്കി. ആ മണ്ഡലത്തിലാണ് ശ്രീ പിണറായി വിജയൻ മത്സരിച്ചത്. പിണറായി വിജയനെതിരെയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും ധർമ്മടത്ത് പോലും ആളുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതാണ് ആ മാറ്റത്തിൻ്റെ സൂചന എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കട്ടെ, പക്ഷേ ഈ നിമിഷം വരെ പിണറായി വിജയൻ്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പല സർവേയിലും പറഞ്ഞല്ലോ, UDF അധികാരത്തിൽ വന്നാലും ജനപ്രീതിയുള്ള നേതാവ് അദ്ദേഹം തന്നെയാണെന്നാണ് പല സർവേയും പറഞ്ഞത്. അദ്ദേഹത്തിനൊരു ജനപ്രീതിയില്ല. അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയൊക്കെ കെട്ടിച്ചമച്ചതാണ്. അത് ഒരു PR വർക്കിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയെടുത്തതാണ്. ശ്രീ പിണറായി വിജയൻ്റെ വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ്. മാത്രമല്ല, മന്ത്രിമാരിൽ ഇനിയും ചില ആളുകൾ തോക്കും. ഇപ്പോൾ പല ആളുകളുടെയും പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു പറഞ്ഞ ആ മണ്ഡലങ്ങളും വോട്ടെണ്ണി കഴിയുമ്പോൾ ആ മന്ത്രിമാരും തോറ്റിരിക്കും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ അതിൽ ആവർത്തിക്കുന്നു, 100 തൊട്ട് 111 സീറ്റ് വരെ നേടി UDF കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഇത്തവണ കേരളം ഭരിക്കും. ഈ ഇത്രയും വലിയൊരു വികാരം ഉണ്ടാക്കി തരാൻ UDFൻ്റെ ടീം, UDFൻ്റെ പ്രവർത്തനം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ തളിപ്പറമ്പ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം UDF നേടാൻ പോകുന്നത്. തീർച്ചയായിട്ടും തരംഗം ഇല്ലെങ്കിൽ 42 സീറ്റിൽ കിടന്ന UDF എങ്ങനെയാണ് 100 കവിയുന്നത്? തരംഗം തന്നെയാണ്. UDFന് അനുകൂലമായ ഒരു തരംഗമാണ്. ഈ തരംഗം അനസ്യൂതം, അഭംഗുരം നിലനിർത്തുക എന്നുള്ളത് UDF നേതാക്കന്മാരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ഇനിയൊരു 10 കൊല്ലക്കാലം മര്യാദയ്ക്ക് കേരളം ഭരിച്ചാൽ UDF അധികാരത്തിൽ തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ജനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ആ ജനവികാരം മാനിച്ച് മുന്നോട്ട് പോയാൽ 10 കൊല്ലക്കാലം UDFനെ തൊടാൻ ആർക്കും സാധ്യമല്ല. MP KPCC പ്രസിഡന്റ് ഇപ്പോഴും പിറകിലാണല്ലോ. അല്ല, അത് പേരാവൂരിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മുന്നോട്ട് പോയി പേരാവൂരും ഇരിക്കൂറും ഒന്നും മാർക്സിസ്റ്റ് പാർട്ടി ഉച്ചകുത്തി തപസ് ചെയ്താലും ഒരു കാരണവശാലും അവിടെ സണ്ണി ജോസഫും തോക്കില്ല, സജി
ജോസഫും തോക്കില്ല. അപ്പോൾ ചില മേഖലകൾ എണ്ണി വരുമ്പോഴാണ് ഈ അവർ ലീഡ് ചെയ്യുന്നത്. പക്ഷേ അവസാനത്തെ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് അവിടെ വിജയിച്ചിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.